ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്നും പറയുന്നത് പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിച്ച് വാങ്ങിച്ച് ഇതേപോലെ നമ്മൾ ബോക്സിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കഴിയുമ്പം ഉരുളക്കിഴങ്ങിന് ഒരു മുള വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ മുള വന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ കറി വെക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. നമ്മൾ മുള വന്ന ഉരുളക്കിഴങ്ങ് കറി വെക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മുള വരുന്നതിന് മുന്നേ നമ്മൾ കറി വെക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട്. ഭാജിക്കറി ഉണ്ടാക്കുമ്പോഴും അതേപോലെ ഉരുളക്കിഴങ്ങ് പൊരിക്കുന്ന സമയത്തും എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് എന്ത് കറി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മുള പൊട്ടുന്നതിന് മുന്നേ കറി വെക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് മുള പൊട്ടാതിരിക്കാൻ കുറച്ച് അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഇതേപോലെ ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉരുളക്കിഴങ്ങ് നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മുള പൊട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മൾ നല്ല ഫ്രഷിൽ തന്നെ ഉരുളക്കിഴങ്ങ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ തണുപ്പ് സമയമാണല്ലോ. ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തണുപ്പ് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്കിന്നിൽ ഒരു വെള്ള പൊടി പോലെ ഒരു പൂപ്പൽ പോലെയൊക്കെ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല സ്കിന്ന് ഭയങ്കര ചുളിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ തണുപ്പിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നല്ല വരകളൊന്നും ഇല്ലാതെ നല്ല ചുളിവുകളും ഇല്ലാതെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ഉണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അപ്പോൾ ഞാനിതാ ഒരു സ്പൂണ് ഗ്ലിസറിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 സ്പൂണ് ഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് 2 സ്പൂണ് റോസ് വാട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഗ്ലിസറിന് വല്ലാതെ വില ഒന്നുമില്ല കേട്ടോ, 50-60 രൂപയേ ഉള്ളൂ ഗ്ലിസറിന്. അപ്പോൾ പിന്നെ ആണെങ്കിൽ റോസ് വാട്ടർ നമുക്ക് നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ ഉണ്ടാവും. അതിനും അല്ലാതെ വില ഒന്നുമില്ല, 30-40 രൂപ കൊടുത്താൽ നമുക്കൊരു ബോട്ടിൽ കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തണുപ്പ് സീസണൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഇത്. അപ്പോൾ അതാ ഞാൻ ഗ്ലിസറിൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതേപോലെ റോസ് വാട്ടർ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തേനാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് തേനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തേൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ 1 സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലെ സിറമിൻ്റെ എന്തെങ്കിലും ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിർബന്ധമായിട്ടും രാവിലെയും വൈകുന്നേരവും ഇതേപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് തേച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ചുളിവുകൾ വീഴില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഫേസിൽ ഇതേപോലെ 2-3 ഡ്രോപ്സ് ഇതേപോലെ മുഖത്തൊന്ന് ഉറ്റിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫേസിൽ എത്ര ഏജ് ആയാലും നമ്മുടെ ഫേസിൽ ഒരിക്കലും റിങ്കിൾസ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ ചുളിവുകൾ എന്തുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നല്ല ബ്രൈറ്റായി കിട്ടാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ തേൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരം എന്തായാലും നമ്മുടെ ഫേസിൽ ഇത് ഒരു 2-3 ഡ്രോപ്സ് ഇട്ടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുത്തുകളും കലകളും അതേപോലെ റിങ്കിൾസും ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആവുകയും ചെയ്യും. മാത്രമല്ല സ്കിന്നിൽ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് സ്കിന്നായി മാറാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഈ മുളിവും ചുളിവും എല്ലാം പോയിട്ട് നല്ല സ്കിന്നായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫോണ് ചില സമയത്ത് നമ്മൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ മുകളിലൊക്കെ ആ ചെളിയും പൊടിയും എല്ലാം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് തന്നെ നമുക്ക് കോൾ വരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആ കൈ കൊണ്ടിട്ടാണ് ഫോണ് തൊടുന്നതെങ്കിൽ നമ്മുടെ ആ സ്ക്രീനിലൊക്കെ പാടുകളും കുത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനുള്ളൊരു ടിപ്പാട്ടത്. ഫോണിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഒന്ന് തൊട്ടുകൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വാസ്ലീൻ തേച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഫോണിൻ്റെ സ്ക്രീനിലുള്ള പൊടിയും അതേപോലെ കുത്തുകളും പൊടികളും എല്ലാം പോയിട്ട് സ്ക്രീന് നല്ല ഗ്ലേസിങ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ ബാക്കായാലും മുന്നായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടി തിളങ്ങുന്നതാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. കുറച്ച് വാസലിനൊന്ന് തൊട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി കിട്ടും കേട്ടോ നമ്മുടെ ഫോണ്. അപ്പോൾ അതിലുള്ള പൊടിയും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മുടെ ഫോണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചണിലൊക്കെ ആകുമ്പം നമുക്ക് പാചകമൊക്കെ ഫോണിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മളെ കൈ കൊണ്ടൊക്കെ ഫോൺ തൊടുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെ പൊടികളും ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫോൺ ഇതേപോലെ ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ. അപ്പോൾ ഫ്രണ്ടായാലും ബാക്കായാലും എല്ലാം ഇതേപോലെ ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഫോണ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും, ഒരിക്കലും കേടാവില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല സ്ക്രീനിലൊന്നും വര വീഴില്ല, പൊടിയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ മാവ് അരയ്ക്കുകയാണെങ്കിലും എല്ലാം നമ്മുടെ ഫോണിൻ്റെ മുകളിലൊക്കെ ചിലപ്പം ആയിപ്പോവും, ഉറ്റിപ്പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ജോലി ചെയ്യുന്ന കൈകൊണ്ട് നമുക്കിത് പിടിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കറികളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫോൺ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി തുടച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ ഫോൺ എടുക്കുക. ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ മുകളിലൊന്നും ആവില്ല കേട്ടോ. നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ക്ലിങ് റാപ്പ് ഇതിൻ്റെ മുകളിൽ നിന്നും ഇതേപോലെ ഒന്ന് പറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. ഇപ്പം അതേപോലെ ടച്ച് വർക്ക് ചെയ്യിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ക്ലിങ് റാപ്പ് ചുറ്റിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ടച്ച് വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയിൽ കുറേ കഴിയുമ്പം ഒരു ഉപ്പിൻ്റെ ഒരു ഈർപ്പുണ്ടാവുമല്ലോ, ചെറുതായിട്ടൊരു നനവുണ്ടാവും പൊടിയുപ്പിലൊക്കെ. അപ്പോൾ നമുക്ക് ആ നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പിലേക്ക് കുറച്ചൊന്ന് അരിമണി ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ അരിമണി ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉപ്പിൽ ആ ഈർപ്പം വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അരിമണി ഇട്ട് വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുത്ത ടിപ്പ്, നമുക്ക് ഇതേപോലെ ചെറിയൊരു പീസ് ചിരട്ട അതേപോലെ ഉപ്പിലൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചിരട്ടൻ്റെ ഒരു പീസ് ഇതേപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഉപ്പിലുള്ള ഈർപ്പം ഉണ്ടാവില്ല കേട്ടോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ചിരട്ട വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഉപ്പിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും
രണ്ടിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. നല്ല ടിപ്പ് തന്നെയാണ് കേട്ടത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പശ ഉപയോഗിക്കുന്നവരാണല്ലോ, നമ്മളായാലും കുട്ടികളായാലും എല്ലാം നമുക്ക് പശ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് പശ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റാത്ത വിധമായിപ്പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് വാസ്ലിൻ തൊട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് എവിടെയാണോ നമുക്ക് ഈ പശ വെച്ച് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ കുറച്ച് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒന്നിങ്ങനെ അമർത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ പശ അത്ര ഉറപ്പുള്ള ഗമ്മൊന്നുമല്ല, പേപ്പറൊക്കെ ഒട്ടിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾക്ക് സൂപ്പർ ഗ്ലൂവും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതുകൊണ്ട് ഉറച്ചു പോകും നമ്മുടെ കൈ ഒട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ വാസ്ലീനൊന്ന് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഒന്നിങ്ങനെ അടർത്തിയെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്കത് വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം. ഗ്ലൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പെൻസിൽ കൂർപ്പിച്ച് ഇങ്ങനെ ഇതേപോലെ കുഞ്ഞു പെൻസിലാവുമ്പം നമ്മളിത് സാധാരണ ഒഴിവാക്കാറാണല്ലോ പതിവ്. എഴുതാനൊന്നും പറ്റില്ല, പ്രയാസമായിരിക്കും. അഥവാ എഴുതിയാൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പെൻസിൽ ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതേപോലെ പഴയ ഒഴിവാക്കിയ സ്കെച്ചൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അങ്ങനെ സ്കെച്ച് ഉണ്ടെങ്കിൽ ആ സ്കെച്ചിൻ്റെ മുകളിലുള്ള ഈ ചെറിയൊരു അടപ്പ് ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളോട്ടേക്ക് ഈ ഒരു പെൻസിൽ ഇതേപോലെ ഒന്ന് കടത്തി വിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ പെൻസിലിൻ്റെ ഈ ഒരറ്റം ഇതേപോലെ കടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അവിടെ ഉറച്ച് നിന്നോളൂ കേട്ടോ, ലൂസായി വീഴൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതി എടുക്കാവുന്നതാണ് കേട്ടോ. പെൻസിൽ ചെറുതായി എന്ന് വിചാരിച്ചിട്ട് ആരും ഇനിയിപ്പോൾ ഒഴിവാക്കി കളയണ്ട കേട്ടോ. ഇതേപോലെ നമുക്ക് സ്കെച്ചിൻ്റെ ഉള്ളിലേക്ക് ഒരു തല ഇതേപോലെ ഒന്ന് കടത്തി കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വലിയ പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നമുക്ക് ചെറുതാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും ചെറിയ പെൻസിലാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പെൻസിലിൻ്റെ ആ ഉപയോഗത്തിൽ തന്നെ പെടുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.